ഹലോ എവ്രിബഡി. ഇന്ന് നമ്മൾ ചാൾസ് ഡിക്കൻസിൻ്റെ ദ ബ്ലാക്ക് വെയിൽ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസിനെ പറ്റി ഒന്ന് നോക്കാം. ചാൾസ് ജോൺ ഹെഫാം ഡിക്കൻസ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആൻഡ് ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ചാൾസ് ഡിക്കൻസ്. ഹി വാസ് എൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, journalist and a critic who wrote during the Victorian era. And he is regarded as the greatest novelist of Victorian era. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നോവലിസ്റ്റായിട്ടാണ് അദ്ദേഹത്തെ റിഗാർഡ് ചെയ്യുന്നത്. And he was also the pioneer of serialized fiction. That is, he wrote most of his works in monthly or weekly installments in journals. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സീരിയലൈസ്ഡ് ഫിക്ഷൻ്റെ ഒരു പയനിയർ ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് സീരിയലൈസ്ഡ് ഫിക്ഷൻ എന്നുള്ളൊരു ഫോം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മിക്ക പോപ്പുലറായിട്ടുള്ള വർക്ക്സും അദ്ദേഹം മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പല ജേർണൽസിലാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോപ്പുലർ വർക്ക്സിൽ പെടുന്നതാണ് ദ പിക്വിക് പേപ്പേഴ്സ്, Oliver Twist, The Old Curiosity Shop, Nicholas Nickleby, David Copperfield, Bleak House, A Tale of Two Cities, etc. So rightly he can be regarded as the greatest creator of character in English after Shakespeare. ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ചാൾസ് ഡിക്കൻസ്. ഈ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ ബയോഗ്രഫറായ ക്ലെയർ ടൊമാലിൻ ആണ്. ആൻഡ് വാട്ട് ഈസ് മോസ്റ്റ് സ്പെഷ്യൽ അബൌട്ട് ഹിസ് ക്യാരക്ടേഴ്സ് ഇസ് ദാറ്റ് ദേ ആർ സോ മെമ്മറബിൾ ദാറ്റ് ദേ ടേക്ക് ഓൺ എ ലൈഫ് ഓഫ് ദെയർ ഓൺ ഈവൻ ഔട്ട്സൈഡ് ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നമ്മൾ ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഈവൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് വായിക്കുമ്പോൾ മാത്രമല്ല, ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിക്കൻസിൻ്റെ പല ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് അവരോട് സാമ്യമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൾവേസ് എ സ്ട്രോങ് ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സിലും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ നോവൽസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഡേവിഡ് കോപ്പർഫീൽഡ് ആണ് ഡിക്കൻസിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ വെയിൽഡ് ഓട്ടോബയോഗ്രഫി ഓഫ് ചാൾസ് ഡിക്കൻസ്. ആൻഡ് ഓവറോൾ വി ക്യാൻ സേ ദാറ്റ് ഡിക്കൻസസ് നോവൽസ് വെയർ വർക്ക്സ് ഓഫ് സോഷ്യൽ കമൻട്രി. അതുമാത്രമല്ല, അദ്ദേഹം എഴുതിയിരുന്ന കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ സൊസൈറ്റി, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സിലും കാണാം. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ബ്ലാക്ക് വെയിലിൽ പോലും അതുണ്ട്. ഓരോ കഥയും സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, അതിനെപ്പറ്റി ഒരു വിവിഡായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു കമൻട്രിയും നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ കിട്ടും. ദ ബ്ലാക്ക് വെയിൽ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1836 പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റോറി ഓപ്പൺ ചെയ്തത് തന്നെ ഒരു യങ് ഫിസിഷ്യൻ. അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് വരാൻ വേണ്ടിയിട്ട്. അദ്ദേഹം സ്വന്തമായൊരു ക്ലിനിക്ക് ആരംഭിച്ചിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പേഷ്യൻറ്റിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒരു ലേഡി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നു. ആ ലേഡിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്. പക്ഷേ അവരൊരു മോർണിംഗ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് ഹെർ ഐഡൻറ്റിറ്റി ഇസ് കൺസീൽഡ് ആൻഡ് ഷീ ഈസ് ട്രൈങ് ടു മാസ്ക് സംതിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദറ്റ് ബ്ലാക്ക് വെയിൽ. അവരൊരു മുഖാവരണവും ധരിച്ചിട്ടുണ്ട്. ആ മുഖാവരണത്തിൻ്റെ പിന്നിൽ ശരിക്കും അവരുടെ ആ ഒരു റിയൽ ഐഡൻറ്റിറ്റി ഒളിഞ്ഞു കിടക്കുകയാണ്. അതവർ പുറത്ത് കാട്ടാനായിട്ട് അവർ തയ്യാറല്ല. അവർ വന്ന് ഡോക്ടറിനോട് പറയുന്നു അവർക്ക് സുഖമില്ല എന്ന് പറയുന്നു. പക്ഷേ അവർ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് അവരുടെ അസുഖത്തിന് വേണ്ടിയല്ല, മറ്റാരുടെയോ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അതും ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് അവർ വന്നിരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ കഥ തുടങ്ങുന്നത്. ഇനി നമുക്ക് സ്റ്റോറി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കഥ തുടങ്ങുന്നത് 1800 അവസാനം ഒരു തണുത്ത ഒരു ഈവനിങ്ങിലാണ്. ആൻഡ് ഇറ്റ് ഈസ് വിൻ്റർ. സോ ദ സ്റ്റോറി ഓപ്പൺസ് ഓൺ വൺ വിൻട്രി ഈവനിങ്. And a young doctor
who has recently established in his business, is eagerly looking forward to his first patient. നമ്മളുടെ കഥയിലെ പ്രൊട്ടാഗനിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങി അദ്ദേഹം ആദ്യത്തെ പേഷ്യൻ്റ് വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതൊരു തുടക്കക്കാരനെ പോലെയും അദ്ദേഹത്തിനും ഭാവിയെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അദ്ദേഹം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമാജിനേഷൻ്റെ വേൾഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഹി വാസ് കംഫർട്ടബിളി റീപോസിങ് ആഫ്റ്റർ എ ഡേ ലോങ് വാക്ക് ത്രൂ മഡ് ആൻഡ് വാട്ടർ ആൻഡ് സ്നോ. ഇപ്പോൾ നീണ്ട ഒരു ദിവസത്തെ ആ ഒരു ടീഡിയസ് ആയിട്ടുള്ള യാത്ര, വിൻ്റർ ആയതുകൊണ്ട് തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മഞ്ഞിലൂടെയും മഡിലൂടെയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം വിശ്രമിക്കുകയാണ്. അന്നത്തെ ഈവനിങ് അദ്ദേഹം വിശ്രമിക്കുകയാണ്. പക്ഷെ വിശ്രമിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. 1000 matters kept on triggering his imagination. പുറത്ത് നല്ല ഹാർഡായിട്ടുള്ള തണുത്ത വിൻഡ് ഉണ്ട്, കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ദിസ് വിൻഡ് ഹാസ് ബ്രോട്ട് ഇൻ എ ട്രെയിൻ ഓഫ് മെമ്മറീസ്. ആ തണുത്ത കാറ്റ് അദ്ദേഹത്തിനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. His mind reverted to his annual visit to his hometown, his favorite meeting with his dearest friends, and obviously about his beloved Rose. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് പല കാര്യങ്ങളാണ്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാമുകിയായ റോസിനെ കാണുന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. റോസിനെ പറ്റി ഓർത്തപ്പോൾ ഡോക്ടർ വിചാരിച്ചു, എനിക്ക് പേഷ്യൻസ് ഒന്നായിട്ട് വേണം, ഞാനൊന്ന് ഈ ഒരു ഫീൽഡിൽ ഞാനൊന്ന് പ്രോസ്പർ ചെയ്തിട്ട് വേണം എനിക്ക് റോസിനെ മാരി ചെയ്യാൻ. ഉറപ്പായും ഞാൻ ഇതിലൊരു സക്സസ് ആയി എന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക റോസ് തന്നെയായിരിക്കും. ആൻഡ് ഡോക്ടർ നൗ ബിഗാൻ ടു വണ്ടർ വെൻ ഹിസ് ഫസ്റ്റ് പേഷ്യൻറ്റ് വുഡ് അപ്പിയർ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഡോക്ടർക്ക് തോന്നുകയാണ്, എപ്പോഴായിരിക്കും എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് വരിക? ആരായിരിക്കും എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്? അതോ ഇനി എനിക്ക് പേഷ്യൻ്റ് ആരും വരില്ലേ? ഞാനിതിൽ സക്സസ് ആകുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് അദ്ദേഹത്തിന് ഇങ്ങനെ പിടികൂടിയിരിക്കുകയാണ്. എപ്പോഴോ ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ പതിയെ മയങ്ങിപ്പോകുന്നു. മയക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ കാമുകിയായ റോസ് വരികയാണ്. റോസ് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. അവളുടെ സോഫ്റ്റ് ടൈനി ഹാൻഡ്സ് പതിയെ ഡോക്ടറുടെ ഷോൾഡറിൽ പ്ലേസ് ചെയ്യുന്നു. ഡോക്ടർക്ക് ആ ഒരു ഹാൻഡ്സ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ റെസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഫീൽ ചെയ്യാം. പക്ഷേ അത് റോസിൻ്റെ കൈകൾ പോലെ ഉണ്ടായിരുന്നില്ല. ദീസ് ഹാൻഡ്സ് വെർ നെയ്തർ സോഫ്റ്റ് നോർ ടൈനി. ഇറ്റ് വാസ് ഇൻസ്റ്റഡ് വെരി ഹാർഡ്. ആരായിരിക്കും അത്? അതൊരിക്കലും റോസ് അല്ല. പെട്ടെന്ന് ഡോക്ടർ എണീറ്റ് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ടോമാണ്. ടോം ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ചേർച്ച് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോയിയാണ്. മെഡിസിൻസും മെസ്സേജസൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോമിനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടോം വന്നിരിക്കുന്നത് ഡോക്ടറോടൊരു വിവരം അറിയിക്കാനാണ്. Tom said that a lady was waiting to see him. പുറത്തൊരു ലേഡി ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ആദ്യത്തെ പേഷ്യൻ്റ് ആയിരിക്കാം. ഡോക്ടർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ദിസ് ലേഡി ഷി വാസ് ഡ്രസ്ഡ് അപ്പ് ഇൻ എ ഡീപ്പ് മോർണിംഗ് അറ്റയർ. അവരൊരു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവർ ടോളാണ്. അതുമാത്രമല്ല അവരുടെ മുഖത്ത് ഒരു ബ്ലാക്ക് വെയിലുമുണ്ട്. ഒരു മുഖാവരണം അവർ ധരിച്ചിരിക്കുന്നു. മൊത്തത്തിൽ അവർ ബ്ലാക്കിലാണ് അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർ ആരുടെയോ മരണത്തിൽ അനുശോചിക്കുകയാണ്. ആൻഡ് ദിസ് ലേഡി വാസ് സ്റ്റാൻഡിങ് വെരി ക്ലോസ് ടു ദ ഡോർ. അവർ ഗ്ലാസ് ഡോറിൻ്റെ വളരെ അടുത്താണ് നിൽക്കുന്നത്. ആൻഡ് ഹർ ഫേസ് വാസ് ഓൾമോസ്റ്റ് ടച്ചിങ് ദ ഗ്ലാസ് ഡോർ. പെട്ടെന്ന് ഡോക്ടർക്ക് ഈ ലേഡിയെ പറ്റി കാര്യമായൊന്നും മനസ്സിലായില്ല. പക്ഷെ ഡോക്ടർക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി. ഡോക്ടർക്ക് ഫീൽ ചെയ്യാണ് ആ ബ്ലാക്ക് വെയിലിൻ്റെ പിന്നിലുള്ള കണ്ണുകൾ ഡോക്ടറെ തന്നെയല്ലേ നോക്കുന്നതെന്ന് ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്നു. ആക്ച്വലി ദിസ് ലേഡി വാസ് ട്രൈങ് ടു മാസ്ക് സംതിങ് അബൌട്ട് ഹെർ ഐഡൻറ്റിറ്റി ബൈ മീൻസ് ഓഫ് ദിസ് ബ്ലാക്ക് വെയിൽ. ഈ ബ്ലാക്ക് വെയിൽ കൊണ്ട് അവർ എന്തോ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ വ്യക്തിത്വം തന്നെ അവിടെ ക്ലിയർ അല്ല. അവരൊന്നും ഡോക്ടറോട് കാര്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ഇവരോട് അകത്തേക്ക് കയറാനായിട്ട് പറയുന്നു. പക്ഷെ ലേഡി ഹെസിറ്റേറ്റ് ചെയ്യുന്നു. അവർക്ക് താല്പര്യമില്ല അകത്തേക്ക് കയറാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, ടോമിൻ്റെ പ്രസൻസ് ആണ്. ഡോക്ടറോട് മാത്രമായിട്ടാണ് അവർക്ക് സംസാരിക്കാനുള്ളത്. ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ ടോമിനോട് വെളിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ടോം കേർട്ടൻ വലിച്ചിട്ടിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നു. അവരാകെ ക്ഷീണിച്ചിരിക്കുകയാണ്.
അവരുടെ ഡ്രസ്സ് കംപ്ലീറ്റ്ലി വെറ്റാണ്, കാരണം പുറത്ത് നല്ല മഞ്ഞും മഴയും ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഡ്രസ്സ് വളരെ വെറ്റാണ്. അത് മാത്രമല്ല അവർ ടയേർഡാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതുപോലെയാണ് അവരെ കണ്ടാൽ തോന്നുക. അവരുടെ സംസാരത്തിൽ ക്ഷീണം എവിഡൻ്റ് ആണ്. പക്ഷെ അവർ ഡോക്ടറോട് പറഞ്ഞു, യെസ് ഐ മീൻ, എനിക്ക് അസുഖമുണ്ട്, പക്ഷെ എൻ്റെ ബോഡിക്കല്ല ആ അസുഖം, പകരം എൻ്റെ മനസ്സിനാണ്. ആൻഡ് ഷീ ഓൾസോ ടോൾഡ് ദ ഡോക്ടർ ദാറ്റ് ഷീ കെയിം ദെയർ ഓൺ ബിഹാഫ് ഓഫ് സംബഡി എൽസ് ഹുസ് കണ്ടീഷൻ ഇസ് മോർ ഗ്രേവ് ദാൻ ഹേഴ്സ്. ഒരു കാര്യം കൂടെ ഈ ലേഡി ഡോക്ടറോട് പറഞ്ഞു, അവരവിടെ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് അവരുടെ അസുഖത്തിനൊരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടല്ല. അവരെക്കാൾ വേഴ്സ് ആയൊരു സിറ്റുവേഷനിലുള്ള മറ്റൊരാളുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഈ ലേഡി അവിടെ വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമാണ് തോന്നിയത്. അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവർ അപ്സെറ്റാണ്. അതുമാത്രമല്ല അവരുടെ വാക്കുകളിൽ നിരാശ മാത്രമേ ഉള്ളൂ. ആൻഡ് വെൻ ഷീ സെഡ് ദാറ്റ് ഷീ കെയിം ടു സീ ദ ഡോക്ടർ ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ ഹൂസ് കണ്ടീഷൻ വാസ് ടോട്ടലി ഹോപ്പ്ലെസ്, the doctor could feel a desperate earnestness in her voice and manner. അവർ വന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, പക്ഷെ അയാളുടെ കണ്ടീഷൻ വളരെ ഹോപ്പ്ലെസ് ആണ് എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇവരുടെ വാക്കുകളിൽ നിരാശയാണുള്ളത്, പ്രതീക്ഷയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു മിനിറ്റ് പോലും കളയാനായിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് എത്താം, അയാൾക്ക് വേണ്ട മെഡിക്കൽ കെയർ നമുക്ക് കൊടുക്കാം, ഒരുപക്ഷെ അയാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാലോ. പക്ഷെ ലേഡി അതിന് തയ്യാറല്ല. അവർ ഡോക്ടറോട് പറയുന്നു, ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു റിസീവ് മെഡിക്കൽ ഹെൽപ്പ് ഫ്രം ദ ഡോക്ടർ ആൻഡ് ഹി ഈസ് സീരിയസ്ലി ഇൽ. നോബഡി കുഡ് ഹെൽപ്പ് ഹിം ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ. ഡോക്ടർക്കെന്നല്ല ആർക്കും അയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല, അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അത്രയും ഹോപ്പ്ലെസ് ആണ് അയാളുടെ അവസ്ഥ. അതുമാത്രമല്ല മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് യൂസ്ലെസ്. ഇന്ന് അയാളെ ഒരു കാരണവശാലും സഹായിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കുകയുമില്ല, അത് യൂസ്ലെസ് ആണ്. സോ ദ ലേഡി വാസ് അൺവില്ലിംഗ് ടു ടേക്ക് ദ ഡോക്ടർ അലോങ് വിത്ത് ഹർ, ഫോർ ഷീ ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് നോ യൂസ് ഇൻ ഗിവിംഗ് മെഡിക്കൽ ഹെൽപ്പ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അതുകൊണ്ട് അവരൊട്ടും തന്നെ തയ്യാറല്ലായിരുന്നു ഡോക്ടറെ അവരുടെ കൂടെ ആ നിമിഷം കൊണ്ടുപോകാനായിട്ട്. അവർ വിശ്വസിച്ചിരുന്നത് അതിലൊരു കാര്യവുമില്ല, മെഡിക്കൽ ഹെൽപ്പ് കൊണ്ട് ഒരിക്കലും അയാൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവുകയില്ല. അവർ വളരെ നെർവസ് ആയിരുന്നു, അതേസമയം അവർ ക്ഷീണിതയുമാണ്. ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ അവരോട് പറഞ്ഞു, യു ജസ്റ്റ് റിലാക്സ്. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് പതിയെ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുക, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്നോട് പറയുക. പക്ഷെ അവർക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഷീ നെവർ വിഷ് ടു ലിഫ്റ്റ് ഹർ വെയിൽ അപ്പ്. അവരുടെ മുഖാവരണം മാറ്റാൻ അവർക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ആ ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അതവിടെ തിരിച്ചു വെച്ചു. പകരം അവർ പൊട്ടിക്കരയാണ് ഉണ്ടായത്. ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അവർ പറഞ്ഞു, ഐ എം നോട്ട് എ യങ് ലേഡി. ഞാനൊരു യങ് ലേഡിയൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ. എനിക്കിനി ഒരുപാട് നാളുകളുമില്ല. ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ മരിച്ചു പോയേക്കാം. പക്ഷെ മരിക്കുമ്പോഴും ഞാൻ സന്തോഷവതിയല്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട്. ഒരുപക്ഷെ ഞാൻ സന്തോഷത്തോടുകൂടെ തന്നെ മരണത്തെ ഫേസ് ചെയ്തേനെ. നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നുണയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇമാജിനറി ആയിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ തന്നെ മരണത്തെ ഫേസ് ചെയ്തേനെ. സോ അതിൽ നിന്ന് ക്ലിയർ ആണ് അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തോ ഒന്നാണ്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നിനും വ്യക്തമായ മറുപടി കൊടുക്കാൻ അവർ തയ്യാറല്ല. And she hinted that by the next day morning, the person of whom she spoke would be beyond the reach of human aid. And the irony is that nobody on earth can prevent it. ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. നേരത്തെ അവർ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെപ്പറ്റി പറഞ്ഞല്ലോ, അയാളുടെ കണ്ടീഷൻ വളരെ ഹോപ്പ്ലെസ് ആണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മോർണിംഗോടുകൂടെ അയാളുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവുകയുള്ളൂ. ആർക്കും, ഹ്യൂമൻ ബീയിങ്സിന് ആർക്കും അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അയാൾ നടന്ന് നീങ്ങുകയാണ്. അതുമാത്രമല്ല ആർക്കും അതിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ല. നോബഡി കുഡ് പ്രിവെൻറ്റ് ഇറ്റ്. ആർക്കും അത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആർക്കും അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നോബഡി കുഡ് സേവ് ഹിം ഫ്രം ദ ഡെഡ്ലി പെറിൽ ദറ്റ് ഹി വാസ് ഗോയിങ് ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ നൈറ്റ്. ഇന്ന് രാത്രി അവൻ അനുഭവിക്കുന്ന കഷ്ടത അല്ലെങ്കിൽ ദുരിതം, അതിൽ നിന്ന് ആർക്കും അവനെ
രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുപോലുള്ളൊരു സ്ഥലത്താണവൻ, അതുപോലുള്ളൊരു സാഹചര്യത്തിലാണവൻ. ഇതൊക്കെ കേട്ട് ഡോക്ടർക്ക് ഒന്നും പിടികിട്ടിയില്ല. ദ സിറ്റുവേഷൻ സീംഡ് ഇൻകോംപ്രിഹെൻസിബിൾ ടു ദ ഡോക്ടർ. ഡോക്ടർ പക്ഷെ ലേഡിയെ വോൺ ചെയ്തു. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ഒരു മെഡിക്കൽ ഹെൽപ്പ് അയാൾക്ക് കൊടുക്കുന്നതിൽ ഡിലേ വരുത്തുന്നത്? നിങ്ങളൊരു ക്രൈമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ റൈറ്റ് ടൈമിൽ അയാൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് കൊടുത്താൽ അയാളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ നിങ്ങളത് മനഃപൂർവ്വം തടയുകയാണ്. സോ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ഇത്രയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടും ലേഡി അവർ തയ്യാറാകുന്നില്ല ഡോക്ടറെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ. പകരം അവർ ഡോക്ടറോട് ഒരു കാര്യം പറയുന്നു. ഡോക്ടർക്ക് എന്തെങ്കിലും ഇയാൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം മോർണിംഗ് 9 മണിയാകുമ്പോൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വരിക. And after giving directions to an obscure part of a place named Walworth, the mysterious visitor left the house in the same mysterious manner in which she had entered it. വാൽവർത്ത് എന്ന് പറയുന്നൊരു പ്ലേസ്, അതിൻ്റെ ബാക്ക് പോർഷൻ, അവിടെയുള്ള ഏതോ ഒരു ഹൗസിലേക്ക് ഡോക്ടറോട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല അങ്ങോട്ട് ചെല്ലാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ലേഡി അവർ വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ഡോക്ടറെ കാണാൻ വന്നത് ഇല്ലേ? അതേ ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ഡോക്ടറുടെ ക്യാബിൻ വിട്ട് പുറത്തേക്ക് പോയി. ഡോക്ടർക്ക് അവിടെ നടന്നത് എന്താണെന്ന് പോലും ഡോക്ടർക്ക് മനസ്സിലായില്ല. അയാൾക്ക് അന്ന് രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല. ഹി കുഡ്ന്റ് സ്ലീപ് ദറ്റ് നൈറ്റ് ആൻഡ് ഹി ബിഗാൻ ടു സ്പെക്യുലേറ്റ് എ ഗ്രേറ്റ് ഡീൽ ഓൺ ദ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദറ്റ് കേസ്. വളരെ കുറച്ച് മാത്രമേ അവിടെ നടന്ന കാര്യത്തെപ്പറ്റി ഡോക്ടർക്ക് മനസ്സിലായുള്ളൂ, വളരെ കുറച്ച് മാത്രം. എന്നിട്ടും ഡോക്ടർ ആരായിരിക്കും വന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അയാൾ ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്. പല പോസിബിലിറ്റീസ് ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുന്നു. ഒരുപക്ഷെ ഈ ലേഡി അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ളവരായിരിക്കാം. ഫസ്റ്റ് ഹി തോട്ട് ദാറ്റ് ദ ലേഡി കുഡ് ബി എ പേഴ്സൺ ഹു ഹാഡ് ബീൻ ട്രബിൾഡ് വിത്ത് എ ഫോർബോർഡിങ് ഓഫ് ഹെർ ഓൺ ഡെത്ത്. ഡെത്തിനെ പറ്റിയുള്ള ആ ഒരു പ്രീസെൻറ്റിമെൻറ്റ് അതായിരിക്കും അവരെ ഇതുപോലെ ട്രബിൾഡ് ആക്കിയിട്ടുള്ളത്. അവർ ഇമോഷണലി വളരെ ഡ്രെയിൻഡ് ആണ്. ഒരുപക്ഷെ സ്വന്തം മരണം അടുത്തു വരുന്നു, ഏജ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ പ്രായം കൂടി വരുന്നു, മരണം അടുത്തു വരുന്നു എന്നുള്ള ചിന്തയായിരിക്കാം അവരെ ഒരു പക്ഷേ ഇതുപോലുള്ള ഒരു മിസറബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു വിഭ്രാന്തിയിൽ അവരിങ്ങനെ എന്തോ കാര്യങ്ങൾ പുലമ്പുന്നതായിരിക്കാം. അങ്ങനെ ഒരു ലേഡി ആയിരിക്കാം അവർ. ആൻസൈറ്റി ആയിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചത്. അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് തോന്നുകയാണ്, അവർ മറ്റൊരാളെ പറ്റി പറഞ്ഞല്ലോ, അയാളുടെ കണ്ടീഷൻ വളരെ ഹോപ്പ്ലെസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ആവാൻ സാധ്യതയില്ല. പക്ഷേ മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. ആ വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഫീൽ ചെയ്യുകയാണ്, ഒരു പക്ഷേ ഈ ലേഡി ഇന്ന് അല്ലെങ്കിൽ നാളെ കൊല ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ അവസ്ഥയായിരിക്കാം ഹിൻഡ് ചെയ്തിട്ട് പോയത്. പെർഹാപ്സ് ഷീ ബിലോങ് ടു എ സീക്രട്ട് ഗ്രൂപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ് ഓഫ് എൻ അസാസിനേഷൻ സ്ക്വാഡ് that is planning for a secret murder of that particular person. അങ്ങനെയുമാകാം. ഒരുപക്ഷെ ഈ ലേഡി ഒരു സീക്രട്ട് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരൊരു അസാസിനേഷൻ സ്ക്വാഡിൽ ബിലോങ് ചെയ്യുന്ന ആളായിരിക്കാം. ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അവർ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ ലേഡിക്ക് ആ വ്യക്തിയോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അയാളെ രക്ഷിക്കണമെന്ന് ഇവർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടാവാം. പക്ഷെ അവർക്കത് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അവർ ആ ഗ്രൂപ്പിനോടുള്ള ആ ഒരു ലോയൽറ്റി അല്ലെങ്കിൽ അവർ ഓത്തെടുത്ത് പോയിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവർ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്കൊന്നും ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടാവുക. ആൻഡ് ദിസ് വുമൻ മൈറ്റ് ഹാവ് ഫെൽറ്റ് ഫോർ ദിസ് വിക്ടിം ആൻഡ് ബൗണ്ട് ടു ദ സീക്രസി ബൈ an oath, though unable to prevent this situation. She had determined to prevent it if possible. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലേഡി ഡോക്ടറെ അടുത്ത് കാര്യമായിട്ടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാത്തത്. അവർക്ക് അയാളെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിനോട് ഒരു ഓത്ത് എടുത്ത് പോയിട്ടുണ്ട്, ഗ്രൂപ്പിനെതിരെ ഒന്നും ചെയ്യുകയില്ല. പക്ഷേ രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഡോക്ടറെ അടുത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുമെന്ന് ഡോക്ടർ വിചാരിക്കുകയാണ്. പക്ഷേ ആ ഒരു പോസിബിലിറ്റിയും ഡോക്ടർ റൂൾ ഔട്ട് ചെയ്യുകയാണ്. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി 2 miles അവേ ഫ്രം ദ മെട്രോപോളിസ്. ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഹാർഡ്ലി 2 miles മാത്രമേ ഉള്ളൂ. അങ്ങനൊരു സ്ഥലത്ത് ഇതുപോലൊരു അസാസിനേഷൻ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ വരാനും സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും ഈ ലേഡി ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി അവസാനത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ
ദ ലേഡി മേ ബി മാഡ്. അവർ മാഡായിരിക്കാം, അവർക്ക് ഭ്രാന്തായിരിക്കാം. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഹവവർ ദീസ് തോട്ട്സ് ലെഫ്റ്റ് ദ ഡോക്ടർ ടോട്ടലി സ്ലീപ്ലെസ്. എന്തായാലും ഡോക്ടർക്ക് അന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹി കുഡൻ ബാനിഷ് ദാറ്റ് ബ്ലാക്ക് വെയിൽ ഫ്രം ഹിസ് ഡിസ്റ്റർബ്ഡ് ഇമാജിനേഷൻ. ആ കറുത്ത വെയിൽ, ആ മുഖാവരണം, അത് അയാളുടെ മനസ്സിൽ നിന്ന് പോകുന്നതേ ഇല്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്കത് മറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ലേഡി പറഞ്ഞ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബാക്ക് പാർട്ട് ഓഫ് വാൽവർത്ത്. വാൽവർത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതൊരു ചേരി പ്രദേശമാണ്. ഗവൺമെൻറ് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ടൗൺ. ഡോക്ടർ താമസിക്കുന്ന ടൗണിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഈ വാൽവർത്തിലേക്ക്. അപ്പം അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാലും അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആൻഡ് ഇറ്റ് വാസ് എ സ്ട്രാഗ്ലിംഗ് മിസറബിൾ പ്ലേസ്. ഇറ്റ് വാസ് എ സ്ലം ഏരിയ. ഒരു സ്ലം ഏരിയയാണ്. അപ്പോൾ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാലും ഡിഫിക്കൾട്ടാണ്. അതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാലും ദുസ്സഹമാണ്. എന്നാലും ഡോക്ടർ വിചാരിക്കുകയാണ്, അവർ വന്ന് ഇത്രയും പറഞ്ഞതല്ലേ, അപ്പോൾ എന്തായാലും പോവാം. നെക്സ്റ്റ് മോർണിംഗ് ദ ഡോക്ടർ ഹി സെറ്റ് ഓൺ ഹിസ് ജേർണി. അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ വാൽവേർത്തിലെ സ്ലമ്മിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ സ്ലമ്മിൻ്റെ ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഡെപ്പിക്ഷൻ ഇവിടെ ഡിക്കൻസ് നമുക്ക് തരുന്നുണ്ട്. വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ്, മിസറബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ ജനങ്ങളുടെ ജീവിതവും ദുസ്സഹമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. എവിടെയാണ് ഈ വീടെന്നുള്ളത് അന്വേഷിച്ച് പോവുകയാണ്. ആൻഡ് ഫൈനലി ഹി അറൈവ്ഡ് ബിഫോർ ദ ഹൗസ് which had been pointed out at him as the object of his destination. അങ്ങനെ ഒരുപാട് ചോദിച്ചും പറഞ്ഞും ഡോക്ടറിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. ലേഡി പറഞ്ഞ ആ ഒരു സ്മോൾ ഹൗസ്, അതൊരു സ്മോൾ ലോ ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു നില കൂടിയുണ്ട്. അതൊരു യെല്ലോ കർട്ടൻ വെച്ചിട്ടിങ്ങനെ മറച്ചിരിക്കുകയാണ്. ഡോക്ടർ പതിയെ ആ വീടിൻ്റെ ഫ്രണ്ടിലെത്തുന്നു. ആൻഡ് ഗ്യാദറിങ് ഓൾ ഹിസ് കറേജ് ഹി നോക്ക്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ. ഡോറിൽ പതിയെ നോക്ക് ചെയ്യുന്നു. സഡൻലി എ ലോ വിസ്പറിംഗ് വാസ് ഹേർഡ് ബിഹൈൻഡ് ദ ഡോർ. ഡോക്ടർ ഇങ്ങനെ നോക്ക് ചെയ്തതും പെട്ടെന്ന് ആരോ അകത്തുനിന്ന് ഇങ്ങനെ അടക്കം പറയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. വിസ്പർ ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. ഫോളോഡ് ബൈ ദ നോയ്സ് ഓഫ് എ പെയർ ഓഫ് ഹെവി ബൂട്ട്സ് ദാറ്റ് വർ അപ്പോൺ ബെയർ ഫ്ലോർ. അപ്പോൾ വിസ്പറിങ്ങിൻ്റെ തൊട്ട് പിന്നാലെ ഫുട് സ്റ്റെപ്സും കേൾക്കാം. അതായത് ബൂട്ട്സാണ് ധരിച്ചിരിക്കുന്നത്. അതിട്ട് നടന്നു വരുന്നൊരു ശബ്ദവും ഡോക്ടർക്ക് കേൾക്കാം. ആരോ വന്ന് ചെയിൻ അൺഫാസൻ ചെയ്തു. ഡോറ് തുറന്നു. And he was greeted by a tall but ill-favored man with black hair and black face. പെട്ടെന്നൊരു ഉയരം കൂടിയൊരു മനുഷ്യൻ വന്ന് ഡോക്ടറിനെ ഗ്രീറ്റ് ചെയ്യുന്നു. അയാളുടെ ഫേസും ബ്ലാക്കാണ്, ഹെയറും ബ്ലാക്കാണ്. ഫേസ് ആണെങ്കിൽ വളരെ പെയിലാണ്. അതും ഒരു ഡെഡ് ബോഡിയെ പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. ഒരു ഡെഡ് മാൻ്റെ ഫേസ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപാട് ഡെഡ് ബോഡീസ്, ഡെഡ് ഫേസസ് ഡോക്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നായിട്ടാണ് ഡോക്ടർക്ക് ഫീൽ ചെയ്തത്. The surgeon gently walked into a room and the man closed the room. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഓക്കെ ഞാൻ റൈറ്റ് ടൈമിൽ തന്നെയല്ലേ ഞാൻ വന്നിട്ടുള്ളത്? അതിന് മറുപടിയായിട്ട് ഈ ടോൾ മാൻ പറയുന്നു, ഡോക്ടർക്ക് അധിക നേരം ഇവിടെ ഡിലേ ഉണ്ടാവില്ല, വന്ന കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് ഡോക്ടറെ കൊണ്ടുപോയിരുത്തുന്നു. അതിനുശേഷം അയാൾ ആ റൂം ലോക്ക് ചെയ്യുന്നു. ആൻഡ് ദറ്റ് റൂം വാസ് എ ലിറ്റിൽ വൺ, വെരി കോൾഡ്, ഡാർക്ക്, without furniture except 2 deal chairs and a table. ആ റൂം വളരെ ഇടുങ്ങിയൊരു റൂമായിരുന്നു. വളരെ കോൾഡ് ആയിട്ടുള്ള റൂമായിരുന്നു. ഒരു ഫയർ പ്ലേസ് ഉണ്ട് അതിൽ. പിന്നെ ഫേർണിച്ചർ കാര്യമായിട്ടൊന്നുമില്ല. 2 ചെയറുണ്ട്, ഡീൽ ചെയർസ് ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. വിൻഡോ ആണെങ്കിൽ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. ഇറ്റ് ഇസ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് വാസ് പാച്ച്ഡ് ഇൻ മെനി പ്ലേസസ്. പല സ്ഥലങ്ങളിൽ അത് പാച്ച് ചെയ്തിട്ടുമുണ്ട്. ആ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. റൂമിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരു തരത്തിലുള്ള ശബ്ദം ഡോക്ടർക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ദ ഡോക്ടർ ഹി വെൻറ്റ് ആൻഡ് സാറ്റ് ബിസൈഡ് ദ ഫയർ പ്ലേസ്. ഫയർ പ്ലേസിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ വിസിറ്റാണ്. ഡോക്ടർ ആയതിനു ശേഷം ആദ്യം കിട്ടിയ ഒരു പ്രൊഫഷണൽ വിസിറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്തായി തീരും? ഇപ്പോൾ ഡോക്ടർ ആൻഷ്യസ് ആണ്. പെട്ടെന്ന് ഡോക്ടർ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എ നോയ്സ് ഓഫ് സം അപ്രോച്ചിങ് വെഹിക്കിൾ. ഒരു വാഹനം ആ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ശബ്ദം ഡോക്ടർക്ക് കേൾക്കാം. ഫോളോഡ് ബൈ ദ ഷഫ്ലിംഗ് നോയ്സ് ഓഫ് ഫുട് സ്റ്റെപ്സ്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഫുട് സ്റ്റെപ്സും കേൾക്കാം. ആസ് ഇഫ് 2 or 3 men were carrying some heavy body to the room upstairs. മുകളിലത്തെ നിലയിലേക്കുള്ള റൂമിലേക്ക്
2-3 പേര് ചേർന്ന് ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതൊരു ഹ്യൂമൻ ബോഡി ആവാം, ബോഡി ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ് ഡോക്ടർക്ക് ശബ്ദത്തിൽ നിന്ന് മനസ്സിലായത്. ഹി കുഡ് ഹിയർ ദ ക്രീക്കിംഗ് ഓഫ് സ്റ്റെയർസ് ആൻഡ് ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് ഫെയ്ഡഡ് അവേ. പക്ഷെ അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മങ്ങിപ്പോയി, അത് ഫെയ്ഡഡ് അവേ ആൻഡ് ദ ഫോമർ സൈലൻസ് വാസ് റിസ്റ്റോർഡ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ സൈലൻസ് റിസ്റ്റോർ ചെയ്തു. പെട്ടെന്ന് ഡോറ് തുറന്ന് ഒരാൾ ഡോക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അപ്പിയറൻസിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് അതൊരു പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ആ ലേഡി ആയിരിക്കാം, തലേ ദിവസം വന്ന ലേഡി ആയിരിക്കാം. ബ്ലാക്ക് ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ അപ്പിയറൻസിൽ നിന്ന് വളരെ ടോൾ ആയതുകൊണ്ട് ലേഡി തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റില്ല. പക്ഷേ ദിസ് ലേഡി വാസ് സോബിങ്, അവരിടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഇത് ആ ലേഡി തന്നെയാണ്. ആൻഡ് ദിസ് വുമൻ ലെറ്റ് ദ വേ അപ്സ്റ്റൈഴ്സ്. ദ സർജൻ എൻറ്റേർഡ് എ റൂം ദാറ്റ് വാസ് ഓൾസോ കോൾഡ് ആൻഡ് ഡാർക്ക് ലൈക്ക് ദ പ്രീവിയസ് വൺ. അങ്ങനെ ലേഡി ഡോക്ടറെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആ റൂമും നേരത്തെ കണ്ട റൂം പോലെ തന്നെയായിരുന്നു, ഡാർക്ക് ആയിട്ടുള്ളൊരു റൂമായിരുന്നു, കോൾഡ് റൂമാണ്. അവിടെയും കാര്യമായ ഫേർണിച്ചറൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു ഓൾഡ് ഡീൽ ബോക്സാണ്. അത് നേരത്തെ കണ്ട റൂമിനേക്കാൾ ഡാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഹി കുഡൻ ഗെറ്റ് എ വ്യൂ ഓഫ് ദി ഒബ്ജക്ട്സ് ഇൻ ദറ്റ് റൂം. അത് ഡാർക്ക് ആയിരുന്നുകൊണ്ട് ആ റൂമിൽ ഉള്ള ഒബ്ജക്ട്സിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഡോക്ടർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇടയ്ക്കിങ്ങനെ കർട്ടൻ്റെ ഇടയിലൂടെ വന്ന വെളിച്ചത്തിന് ഡോക്ടർ കണ്ടു സംതിങ് വാസ് ലൈയിങ് ഓൺ ദ ബെഡ്, സംതിങ് ദാറ്റ് റിസംബിൾഡ് എ ഹ്യൂമൻ ഫോം. ഹ്യൂമൻ ഫോമിലുള്ള ഷേപ്പിലുള്ള എന്തോ ഒരു വസ്തു ആ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇറ്റ് ഇസ് സ്റ്റിഫ്, അത് മോഷൻലെസ് ആണ്, അത് സ്റ്റിഫാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ലി എൻവലപ്ഡ് ഇൻ എ ലിനൻ റാപ്പർ. അതിങ്ങനെ ലിനൻ തുണിയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി അതൊരു ബോഡിയാണ്, ഒരു ഹ്യൂമൻ ഫോമാണ്. ആൻഡ് ഫീച്ചേഴ്സിൽ നിന്ന് മനസ്സിലായി അതൊരു മാനാണ്. ഇറ്റ് വാസ് എ മാൻ. പക്ഷേ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. ദി ഐസ് വെ ക്ലോസ്ഡ്. പെട്ടെന്ന് ഈ ലേഡി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് ഈ ബോഡിയുടെ സൈഡിലിങ്ങനെ നീലി ചെയ്യുകയാണ്, മുട്ടുകുത്തി നിൽക്കുകയാണ്. സർജൻ പതിയെ ചെന്ന് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. ഹി ജെന്റ്ലി പുഷ്ഡ് അസൈഡ് ദ വിമൻ ഹു വാസ് നീലിംഗ് ബിസൈഡ് ദ ബോഡി. എന്നിട്ട് ഡോക്ടർ ആ ബോഡിയുടെ പാസീവായിട്ടുള്ള ഹാൻഡ് ഡോക്ടറുടെ കൈകളിൽ എടുത്ത് നോക്കുകയാണ്, എക്സാമിൻ ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ദിസ് പേഴ്സൺ വാസ് ഡെഡ്. ഇതൊരു ഡെഡ് ബോഡിയാണ്, അയാൾ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇയാൾ മരിച്ചിരിക്കുകയാണെന്നുള്ളത് ലേഡിയെ അറിയിക്കുന്നു. അവരിൽ കാര്യമായിട്ടുള്ള ഷോക്കൊന്നും ഡോക്ടർക്ക് കാണാൻ സാധിച്ചില്ല. അവർക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നത് പോലെയാണ് ഡോക്ടർക്ക് ഫീൽ ചെയ്തത്. ഇൻസ്റ്റെഡ് ദ വുമൻ സഡൻലി ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അവർ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവർ ഡോക്ടറോട് പറയുന്നു, ഡോക്ടേഴ്സിന് ഒരുപാട് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്, മരിച്ചു പോയെങ്കിലും ഒന്നുകൂടി എക്സാമിൻ ചെയ്യുക. ഷി വാസ് ഡെസ്പറേറ്റ്ലി പ്ലീഡിങ് ദ സർജൻ ടു ഡു സംതിങ് ടു ബ്രിങ് ഹിം ബാക്ക് ടു ലൈഫ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. പക്ഷെ സർജൻ പറഞ്ഞു, ദർ ഇസ് നോ യൂസ് മൈ ഗുഡ് ലേഡി, ദിസ് മാൻ ഈസ് ഓൾറെഡി ഡെഡ്. ഇയാൾ മരിച്ചിരിക്കുകയാണ്, ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല. ബട്ട് യു പ്ലീസ് അൺഡ്രോ ദ കർട്ടൻ സോ ദാറ്റ് ഐ കുഡ് എക്സാമിൻ ദിസ് ബോഡി. പക്ഷെ നിങ്ങൾ ഈ കർട്ടൻ ഒന്ന് മാറ്റുക, എനിക്ക് ഈ ബോഡി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാമായിരുന്നു, എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ലേഡി അതിന് തയ്യാറായില്ല. പകരം അവർ പറഞ്ഞ കാര്യം ഇതാണ്, സീ ഐ ഹാഡ് ഡാർക്ക് ഇൻ ദിസ് റൂം ഓൺ പേർപ്പസ്. ഞാൻ മനഃപൂർവ്വമാണ് ഈ റൂം ഇത്രയും ഡാർക്കായിട്ട് വെച്ചത്, വെളിച്ചം ഒട്ടും കടക്കാത്ത രീതിയിൽ ഇങ്ങനെയാക്കി വെച്ചത് ഞാനാണ്. കാരണം എനിക്ക് നിർബന്ധമുണ്ട്, ഈ ഒരു ഡെഡ് ബോഡി ഞാനല്ലാതെ മറ്റാരും കാണാൻ പാടില്ല. I don't wish to expose this body to any other person except me. ശരിക്കും ഡോക്ടർ അങ്ങേയറ്റം ഷോക്ക്ഡ് ആയിപ്പോയി ടു റിയലൈസ് ദാറ്റ് ദ മാൻ ഡൈഡ് നോ നാച്ചുറൽ ഓർ ഈസി ഡെത്ത്. പക്ഷെ ഡോക്ടർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഈ മരിച്ചു കിടക്കുന്ന ഇയാളൊരു നാച്ചുറൽ ഡെത്ത് അല്ല അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് നോട്ട് എൻ ഈസി ഡെത്ത് ടു, സുഖകരമായിട്ടുള്ളൊരു മരണവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർക്ക് ബോഡി എക്സാമിൻ ചെയ്യണമെന്ന് വാശി പിടിച്ചത്. പക്ഷേ ലേഡി അതിന് സമ്മതിക്കുന്നുമില്ല. പക്ഷേ ഈ തവണ ഡോക്ടർ ലേഡിയുടെ എതിർപ്പൊന്നും വകവയ്ക്കാതെ ഹി ടോർ ഓപ്പൺ ദ കർട്ടൻ അഡ്മിറ്റിംഗ് ദ ഫുൾ ലൈറ്റ് ഓഫ് ദ ഡേ ഇൻ സൈഡ്. ഡോക്ടർ നേരെ ചെന്ന് കർട്ടൻ വലിച്ചു മാറ്റുന്നു. അങ്ങനെ ആ ലൈറ്റ് മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആൻഡ് ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദ ഡെഡ് ബോഡി. ദർ ഹാസ് ബീൻ വയലൻസ് ഹിയർ സെഡ് ദ ഡോക്ടർ പോയിൻറ്റിംഗ് ടുവേർഡ്സ് ദ ബോഡി. അപ്പോൾ ലേഡിയോട് പറയുന്നു, നിങ്ങൾ നോക്കുക, ഇത് സാധാരണയായിട്ടുള്ള ഒരു മരണമല്ല, ഇത് കൊലപാതകമാണ്. ദർ ഹാസ് ബീൻ വയലൻസ്. അപ്പോഴാണ് ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നത് ദ ലേഡി
ഷി ഹാസ് നൗ കം ഔട്ട് ഓഫ് ദ ബ്ലാക്ക് വെയിൽ. അവരുടെ മുഖാവരണം അവർ മാറ്റി, അവർ ഡോക്ടർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷി സ്റ്റുഡ് വിത്ത് ഹർ ഐസ് ഫിക്സ്ഡ് അപ്പോൺ ഹിം. ഹർ ഫീച്ചേഴ്സ് വെയർ ദോസ് ഓഫ് എ വുമൻ അബൌട്ട് 50 ഹു ഹാഡ് വൺസ് ബീൻ ചാമിങ്. അവരുടെ ഫീച്ചേഴ്സിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലായി അവർ ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ഒരു ലേഡിയാണ്. പക്ഷെ അവരൊരിക്കൽ വളരെ ചാമിങ് ആയിട്ടുള്ള ലേഡിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കൊണ്ട് അവരാകെ റൂയിൻഡാണ്. ഇപ്പോൾ അവരുടെ ഫേസ് വളരെ പെയിലാണ്, ഇറ്റ് ഇസ് ഡെഡ്ലി പെയിൽ. പക്ഷെ അവരുടെ കണ്ണുകളിൽ അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു ഫയർ അത് ഡോക്ടർക്ക് കാണാൻ സാധിച്ചു. ദർ വാസ് എൻ അൺനാച്ചുറൽ ഫയർ ഇൻ ഹെർ ഐസ് ആൻഡ് ഹെർ ഫേസ് ഡെഡ്ലി പെയിൽ. ആൻഡ് ദ ഡോക്ടർ ഇൻസിസ്റ്റഡ് there has been violence and the man has been murdered. എനിക്കിത് എക്സാമിൻ ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം ഈ മനുഷ്യന് ഒരു സാധാരണ ഡെത്ത് അല്ല സംഭവിച്ചിരിക്കുന്നത്, ഇയാളെ ആരോ കൊന്നതാണ്. പക്ഷെ ലേഡിയിൽ അത് കാര്യമായ മാറ്റം ഒന്നും കണ്ടില്ല. അവർക്കിതേപ്പറ്റി എല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ റിയാക്ട് ചെയ്തത്. അവർ ഡോക്ടറോട് പറഞ്ഞു, യെസ് ഐ നോ, വയലൻസ് നടന്നിട്ടുണ്ട്, ഇത് കൊലപാതകമാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലേഡി പറഞ്ഞത് ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് ദറ്റ് പേഴ്സൺസ് ഫേറ്റ്. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അയാളുടെ അവസ്ഥ ഹോപ്പ്ലെസ് ആണെന്ന് പറഞ്ഞതും ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ്. ആൻഡ് ദ ഡോക്ടർ ഹി എക്സാമിൻഡ് ദ ബോഡി അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് ദ ത്രോട്ട് വാസ് സ്വോളൻ. ത്രോട്ട് വീർത്തിരിക്കുകയാണ്. അതുമാത്രമല്ല ദർ വാസ് എ ലിവിറ്റ് മാർക്ക് അറൗണ്ട് ദ നെക്ക്. നെക്കിൻ്റെ ചുറ്റും ഒരു മുറിപ്പാടുമുണ്ട്. And a sudden realization flashed upon him. Yes, this was one of the men who got hanged this morning. ഇത് ഇന്ന് രാവിലെ തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അയാളുടെ കഴുത്തിന് ചുറ്റും മുറിപ്പാടുള്ളതും കഴുത്തിങ്ങനെ സ്വളനായിട്ടിരിക്കുന്നതും. ഇത് ലേഡിയോട് പറഞ്ഞപ്പോൾ ലേഡി പറഞ്ഞു, യെസ്, സത്യമാണ് നിങ്ങൾ പറയുന്നത്. ദ ലേഡി കൺഫേംഡ് ഇറ്റ്. യെസ്, ഹി ഹാസ് ബീൻ മർഡേർഡ് പിറ്റിലെസ്ലി, ഇൻഹ്യൂമൻലി മർഡേർഡ്, റിപ്ലൈഡ് ദ ലേഡി. ബട്ട് ബൈ ഹൂം? പക്ഷെ ആരാണ് ഇയാളെ കൊന്നത്? ലുക്ക് അറ്റ് ദ ബുച്ചേഴ്സ് മാർക്സ് ആൻഡ് ദെൻ ആസ്ക് മീ, ഷി റിപ്ലൈഡ്. നിങ്ങൾ അവൻ്റെ ബോഡിയിലുള്ള മാർക്സ് നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയുക. ദ സർജൻ ടേൺ ഹിസ് ഫേസ് ടുവേർഡ്സ് ദ ബെഡ് ആൻഡ് ബെൻഡ് ഓവർ ദ ബോഡി വിച്ച് നൗ ലേ ഫുൾ ഇൻ ദ ലൈറ്റ് ഓഫ് ദ വിൻഡോ. യെസ്, ഹാങ് ചെയ്തിരിക്കുകയാണ്, അത് ഉറപ്പിച്ചു. പക്ഷേ ഈ മാൻ നിങ്ങളുടെ ആരാണ്? ഹു വാസ് ഹീ? എൻക്വയർഡ് ദ സർജൻ. അതിന് ലേഡി പറഞ്ഞ ഉത്തരം, ഹീ ഈസ് മൈ സൺ, എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ ഫീറ്റിൽ വീഴുകയാണ്, കാൽക്കൽ വീഴുകയാണ്. സോ വി ആർ നോട്ട് ഡിസ്ക്ലോസ്ഡ് മച്ച് അബൌട്ട് ദ മദേഴ്സ് സ്റ്റോറി. ആ അമ്മയുടെ കഥ കാര്യമായിട്ട് നമ്മളോട് ഡിക്കൻസ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ മകനോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു, ഇയാളാണ് തൂക്കിലേറ്റപ്പെട്ടത്. തെളിവുകളുടെ അഭാവത്തിൽ കമ്പാനിയൻ രക്ഷപ്പെട്ടു, പക്ഷേ ഇയാൾ മരിക്കേണ്ടതായിട്ട് വന്നു. ഈ അമ്മ ഒരു പുവർ വിഡോ ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മകനെ വളർത്തിയത്. ഷീ സഫേർഡ് എ ലോട്ട് ടു റേസ് ദിസ് ബോയ്. ബട്ട് ദിസ് ബോയ്, unmindful of her prayers and forgetful of the sufferings that she had endured for him, had indulged in a career of crime, and thus he died by the hangman's hands. ഇപ്പോൾ ബോയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. പക്ഷെ അവനതെല്ലാം മറന്നുകൊണ്ട്, അവനതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവൻ ഒരു ക്രിമിനൽ ലൈഫിൽ ഇൻഡൾജ് ചെയ്തു. അതാണ് അവനെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചത്. അതുകൊണ്ടാണ് അവൻ തൂക്കിലേറ്റപ്പെട്ടത്. എനിവേ അവിടെ കൊണ്ട് ആ സ്റ്റോറി അത് കൺക്ലൂഡ് ചെയ്യുന്നു. ബട്ട് ഫോർ മെനി ഇയേഴ്സ് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ദ യങ് സർജൻ, ഹി വാസ് എ ഡെയിലി വിസിറ്റർ അറ്റ് ദ സൈഡ് ഓഫ് ദിസ് പുവർ മാഡ് വുമൻ, ഓഫറിങ് ഹർ ഹെൽപ്പ് ആൻഡ് സൊലേസ് ഇൻ ഓൾ പോസിബിൾ വേസ്. പക്ഷേ ഡോക്ടർക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം അവരെ ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സ് വന്നില്ല. ഡോക്ടർ നല്ലവനായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് എന്നും ഡോക്ടർ ഈ വാൽവേർത്ത് എന്നുള്ള പ്ലേസിൽ പോവും, ഈ മാഡ് വുമനെ കാണും, കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കും. അവർക്ക് വേണ്ട സഹായങ്ങൾ, ഏത് രീതിയിലുള്ള സഹായവും ഈ ഡോക്ടർ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ലേഡി മരിച്ചു. പക്ഷെ അവർ മരിക്കുന്നതിന് മുന്നേ ഒരുപാട് ഈ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അത് ദൈവം കേട്ടിട്ടും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഡോക്ടർ പിന്നീട് ലൈഫിൽ പ്രോസ്പർ ചെയ്തു. അയാളുടെ പ്രൊഫഷനിൽ അയാൾ പ്രോസ്പർ ചെയ്തു. അയാൾ ഇന്ന് അറിയപ്പെടുന്നൊരു ഡോക്ടറാണ്. അയാളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ദ പ്രയർ ഫ്ലൂ ടു ഹെവൻ ആൻഡ് വാസ് ഹേർഡ്. The blessings he was instrumental in conferring
have been repaid to him 1,000-fold. അയാൾ ആ ലേഡിക്ക് ചെയ്തു കൊടുത്ത ഉപകാരമെല്ലാം പല രീതിയിൽ തന്നെ അയാളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ബട്ട് എമിഡ് ഓൾ ദി ഓണേഴ്സ് ഓഫ് റാങ്ക് ആൻഡ് സ്റ്റേഷൻ വിച്ച് ഹാവ് സിൻസ് ബീൻ ഹീപ്ഡ് അപ്പോൺ ഹിം ആൻഡ് വിച്ച് ഹി ഹാസ് സോ വെൽ ഏൺഡ്, he can have no reminiscence more gratifying to his heart than that connected with the black veil. പക്ഷേ ഇന്നും അയാൾക്ക് ലൈഫിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ ലേഡിയുടേതാണ്. സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ബ്ലാക്ക് വെയിൽ. അയാൾ വിശ്വസിക്കുന്ന അയാളുടെ ലൈഫിൽ വന്ന നല്ല കാര്യങ്ങളെല്ലാം ഈ ലേഡിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ഏറ്റവും ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഡോക്ടർക്ക് അത്. സോ നമ്മുടെ സ്റ്റോറി അവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ് ഡിക്കിൻസ് അതിന് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി ബ്ലാക്ക് വെയിൽ. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.